ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളൊന്ന് പറഞ്ഞു വരാൻ പോകും നമ്മുടെ പോളിസി ബസാറിലത്തെ ഒരു പോളിസി ബസാർ ത്രൂ നിങ്ങൾ ഇൻഷുറൻസ് എടുക്കുന്നുണ്ടെങ്കിൽ അതിനൊരു എക്സ്പീരിയൻസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മൾ ഓൾറെഡി മുമ്പും പറയാറുള്ള പോലെ തന്നെ പോളിസി ബസാർ നോട്ട് റെക്കമെൻഡ് ആണ് നമ്മൾ ഓൾറെഡി പറയാറുള്ള. അതിപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഇപ്പോൾ ഏത് വീഡിയോ, അതായത് ഏത് യൂട്യൂബിൽ വീഡിയോ എടുത്ത് നോക്കിയാലും അതിനിടെ കൂടെ പ്രൊമോഷൻ വീഡിയോ ആയിട്ട് വരുന്നത് ഈ പോളിസി ബസാറിൻ്റെ. അത് ഫൈനാൻസ് കണ്ടന്റ് ചെയ്യുന്ന ആൾക്കാരുടെ വീഡിയോസിലല്ല, ബാക്കി കൂടെ കണ്ടന്റ്സ് ഒക്കെ ചെയ്യുന്ന ഡെയിലി വ്ളോഗും അങ്ങനെയൊക്കെ ചെയ്യുന്ന കുറേ സംഭവങ്ങളുണ്ടല്ലോ. ഏതെടുത്ത് നോക്കി കഴിഞ്ഞാലും ഇതിൻ്റെ പ്രൊമോഷനാണ് ഇത് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് പണ്ട് ഞാൻ ഒരു 5-8 കൊല്ലം 6 കൊല്ലമൊക്കെ മുമ്പ് നമ്മളൊരു ബൈക്കുള്ള സമയത്ത് നമ്മൾ ബൈക്കിൽ എൻ്റെ ഇൻഷുറൻസ് വരുത്തൂർ എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്രയും കാലം നമ്മുടെ വീഡിയോസിലൊക്കെ മുമ്പ് പറയാറുണ്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല എന്നിട്ട്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ വല്ല ചേഞ്ച് ആയിട്ടുണ്ടോയെന്ന് അറിയണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ റീസെൻ്റ്ലി ഞാനൊരു ആക്ച്വലി ഒരു പോർട്ടിംഗ് റിക്വസ്റ്റ് നമ്മൾ ഈ നമ്മുടെ പോളിസി ബസാർ ത്രൂ ഇട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ വൈഫിൻ്റെ അമ്മയുടെ ഒരു ഓൾറെഡി ന്യൂ ബൂപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് റിന്യൂ ആണ്. അതിനായിട്ട് മുമ്പ് നമ്മൾ ആക്ച്വലി ഒരു പോർട്ടിംഗ് റിക്വസ്റ്റ് പോളിസി ബസാർ ത്രൂ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സംഭവങ്ങളൊക്കെ കാണിച്ചു തരാം. 30-ാം തീയതി, അതായത് കഴിഞ്ഞ മാസം 30-ാം തീയതി നമ്മൾ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. ഇതുവരെയായിട്ട് നമുക്ക് എന്താ പറയുക, സംഭവമൊന്നും കിട്ടിയിട്ടില്ല. അതായത് ഓൺ ഹോൾഡാണ് ഇപ്പോൾ. അപ്പോൾ നോർമലി നമുക്ക് സാധാരണ ഇൻഷുറൻസ് ഒക്കെ ആണെങ്കിൽ മിക്കവാറും ഫസ്റ്റ് ഡേയിൽ തന്നെ നമുക്ക് ഇൻഷുറൻസ് ഇഷ്യൂ ചെയ്ത് കിട്ടും. മാക്സിമം ടൈമൊക്കെ 3 to 4 days ആണ്. അപ്പോൾ നമ്മുടെ പോർട്ടിംഗ് റിക്വസ്റ്റിൻ്റെ സമയമാകുമ്പോൾ മാക്സിമം ഒരു 10 to 12 days ഒക്കെയാണ് ഈ പോർട്ടിംഗ് റിക്വസ്റ്റിൻ്റെ മാക്സിമം ടൈമൊക്കെ പറയാം. അതിനുള്ളിൽ കിട്ടേണ്ടതാണ്. അപ്പോൾ ഒരു തേർഡ് പാർട്ടി വെച്ചാൽ പോളിസി ബസാർ എന്ന് പറയുന്ന ഒരു അഗ്രിഗേറ്ററാണ് ജസ്റ്റ്, അല്ലാണ്ട് ഒരു ഇൻഷുറൻസും കാര്യങ്ങളൊന്നും കൊടുക്കണമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ്ലി ഇൻഷുറൻസ് എടുക്കുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് അവരുടെ ഡയറക്റ്റ് നമ്മുടെ കമ്പനിയുടെ ഓഫീസിൽ പോയി എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഒഫീഷ്യൽ വെബ്സൈറ്റ് ത്രൂ ആപ്പ് ത്രൂ ഒക്കെ എടുക്കാം. ഞാൻ ആപ്പ് ത്രൂ എടുക്കാറ്. അപ്പോൾ എൻ്റെ HDFC ERGO ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. നിങ്ങൾ ഇൻഷുറൻസ് എടുക്കുമ്പോൾ അതിൻ്റെ ക്ലെയിം സെറ്റിൽമെൻറ്റ് റേഷ്യോ, അതിൻ്റെ എത്ര എമൗണ്ട് സെറ്റിൽമെൻറ്റ് നിങ്ങളൊരു കൊല്ലത്തിൽ എത്ര എണ്ണം ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ കംപ്ലയിൻറ്റ് റേഷ്യോ, ഇതൊക്കെ നോക്കിയിട്ട് വേണം എടുക്കാൻ. അപ്പോൾ അതിലേറ്റവും ടോപ്പ് നിൽക്കുന്നത് HDFC തന്നെയാണ്. ഇതിന് മുമ്പ് നമ്മുടെ ബൂപ്പ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാധനമായിരുന്നു. ഇപ്പോൾ പക്ഷേ നല്ല വേസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇവിടുത്തെ IRDA ഒക്കെ നമുക്ക് അങ്ങനെ ഒരു ഫെസിലിറ്റി തരുന്നുണ്ടല്ലോ. നമുക്കിപ്പോൾ ഒരു ഇൻഷുറൻസ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്കത് പോർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ബൂപ്പ് പോർട്ട് ചെയ്തിട്ട് നമുക്ക് HDFCയിലേക്ക് ആക്കാനുള്ള ഒരു ഇതിലാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു 10 പൈസയുടെ സർവീസിന് സാധനം നമ്മുടെ ഈ HDFC പോട്ടെ പോളിസി ബസാറിൻ്റെ ത്രൂ കിട്ടില്ല കേട്ടാ. ചുമ്മാ ഇവരെ ത്രൂ എടുക്കേണ്ട ഒരു ആവശ്യമില്ല. വേസ്റ്റ് എന്ന് പറഞ്ഞാൽ വേസ്റ്റാണ്. ഇവരാകെ എന്താ പറയുക, നമ്മൾ അറിയാണ്ട് ഒരു നമ്പർ വെച്ച് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ വിളിച്ച് മനുഷ്യനെ ഭ്രാന്ത് പിടിക്കാന്നല്ലാണ്ട് ഇൻഷുറൻസ് എടുത്ത് കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 10 പൈസയ്ക്ക് കോൾ സപ്പോർട്ട് കിട്ടില്ല. അപ്പോൾ ഞാൻ ഇതിൽ കാണിച്ചു തരാം. ഓൾറെഡി ഇതാണ് എൻ്റെ നമ്മുടെ പോളിസി ബസാറിൻ്റെ ഹോം പേജ് വരുന്നത്. അപ്പോൾ ഞാൻ ഇതുപോലെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി ഇവിടെ HDFCയുടെ കാണാം. ഇപ്പോൾ തൽക്കാലത്തേക്ക് ഓൺ ഹോൾഡിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇവിടെ ഇവരുടെ ഹെൽപ്പ് പേജിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. കണ്ടു, കംപ്ലയിൻറ്റിൻ്റെ പോലും ഞാൻ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇത് ഓൾമോസ്റ്റ് ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് ഞാൻ അഗൈൻ ചെയ്തതാണ്. നമ്മൾ എന്തായാലും ഇത് ക്യാൻസൽ ചെയ്തിട്ട് ഡയറക്റ്റ് എടുക്കാൻ വെച്ചിട്ട് ഇതുവരെയായിട്ടൊരു റിപ്ലൈ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ പ്രൂഫും കാണിച്ചു തരാം. ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പേയ്മെൻറ്റ് ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണുന്നതായിരിക്കും. 30-ാം തീയതി കണ്ടോ, 30-ാം തീയതി നവംബറിൽ നമ്മൾ ചെയ്തേക്കുന്നതാണ്. 25-26 ഓൾമോസ്റ്റ് നമ്മുടെ എന്താ പറയുക, ഇപ്പോൾ നമുക്കറിയാവുന്ന പോലെ തന്നെ ഇപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസിന് GST ഒന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ഓൾമോസ്റ്റ് സിമിലറൊക്കെ തന്നെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരിക്കലും ഈ തല്ലിപ്പൊളി സാധനത്തിനോട് എടുക്കരുത് കേട്ടോ. എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾക്ക് ഏത് ആപ്പല്ല ഏത് യൂട്യൂബ് വീഡിയോ തുറന്നു നോക്കിയാലും എല്ലാ ഊളകളും ഈ സാധനത്തിൻ്റെ പ്രൊമോഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അമ്മാരി നല്ല പോലെ എന്താ പറയുക മാർക്കറ്റിംഗ് ഇറക്കിയിട്ടുണ്ട് ഇവർ. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഇപ്പോൾ ഒന്നാമത് പണ്ടത്തെ പോലെ അല്ല, എല്ലാവരെയും ഇപ്പോൾ അറ്റ്ലീസ്റ്റ് ഓൾമോസ്റ്റ് ഒരു 80% ആൾക്കാരെയും ഇൻഷുറൻസ് പോളിസികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്പനികൾ തന്നെ ഉടായ്പ നടത്തിക്കൊണ്ടിരിക്കുക, ക്ലെയിം എങ്ങനെ റിജക്ട് ചെയ്യാൻ നോക്കിയിട്ട്. പണ്ട് അങ്ങനെ ആയിരുന്നില്ല. പണ്ട് ഇത്രയധികം ആൾക്കാരിൽ ഇൻഷുറൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പരിപാടി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതൊരു നല്ല സൂപ്പർ ബിസിനസ്സാണ് മൂമാർക്ക്. വേറെ സൈഡിൽ കൂടെ കമ്മീഷനും നമ്മുടെ എന്താ പറയുക ഈ കമ്പനിക്കാരെ ത്രൂ കിട്ടുകയും. അപ്പോൾ നമ്മളെന്താ പറയുക, ഒരു കാർഡ് ത്രൂ നമ്മളിപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ കടയിൽ പോയിട്ട് അവർ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ അവർക്ക് കമ്മീഷൻ കമ്പനി കൊടുക്കുന്നു. അതേ പരിപാടി തന്നെയാണ് ഇവർ നടത്തുന്നത് കേട്ടോ. ഇത് നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. നമ്മൾ ആക്ച്വലി കസ്റ്റമറായിട്ട് നമ്മൾ ഇത് കൂടെ ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് ഒരു കമ്പനീനെ സംബന്ധിച്ചോ ഡിഫേമയോ അല്ലെങ്കിൽ എന്താ പറയുക സംഭവം ചെയ്യുന്നതല്ല, ഡിഫേമേഷനോ സംഭവം എന്നല്ല. നമ്മുടെ ഒരു കസ്റ്റമറിൻ്റെ രീതിയിൽ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു എഡ്യൂക്കേഷണൽ വീഡിയോ കണ്ടന്റായിട്ട് കണ്ടാൽ മതി. അപ്പോൾ ഇത് നിങ്ങൾ ഇതേപോലെ എടുക്കുക, നിങ്ങളെ ഇഷ്ടം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ്ലി കമ്പനി ത്രൂ അല്ലെങ്കിൽ ഡയറക്റ്റ് ആപ്പ് ത്രൂ വെബ്സൈറ്റ് ത്രൂ അല്ലെങ്കിൽ ഒരു ഒഫീഷ്യൽ ആപ്പ് ത്രൂ ആപ്പില്ല എന്താ പറയുക ഓഫീസ് ത്രൂ ഒക്കെ എടുക്കായിരിക്കും ഏറ്റവും ബെറ്റർ. അല്ലെങ്കിൽ നിങ്ങൾക്ക് റിസ്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ എടുക്കാം, ഒരു കുഴപ്പമില്ല. അതുപോലെ കുറേ പ്രൊമോഷൻ ചെയ്തിട്ടുണ്ടല്ലോ, അവന്മാർ ചിലപ്പോൾ അത് യൂസ് ചെയ്ത് പോലും ഉണ്ടാവില്ല. വേറെ കാര്യം എന്ന് വെച്ചാൽ ഫിനാൻസ് കണ്ടന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫിനാൻസിലേക്ക് ക്വാളിഫൈഡ് ആൾക്കാരും നല്ല സാധനം ചെയ്തേക്കുന്നത് വേറെ കാര്യം. ഭയങ്കര റയറാണ് അങ്ങനത്തെ ചാനലിലൊക്കെ ഈ തന്നെ ചെയ്തേക്കുന്നത്. എന്ന് വെച്ചാൽ അവർക്ക് ഈ കമ്പനികൾക്കും അവരെ വേണ്ട,
ഇപ്പോൾ വിവരമുള്ളവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ ചെയ്യില്ല, അങ്ങനത്തെ അല്ലാത്തവർക്ക് കൊടുത്താലേ ചെയ്യുള്ളൂ. അതാണ് ഇപ്പോൾ മെയിൻ മിക്ക ഇത് പ്രൊമോഷൻ എടുത്ത് നോക്കിയാൽ എല്ലാത്തിനും ഡെയിലി വ്ളോഗേഴ്സിനെല്ലാം കൊടുക്കുക. അതിൻ്റെ വ്യൂവേഴ്സിൻ്റെ ക്വാളിറ്റി അവർക്ക് അറിയാം. അതാണ് അതിൻ്റെ സംഭവം. അപ്പോൾ ഇതാണ് അവസ്ഥ കേട്ടോ. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ തീരെ എന്ന് വെച്ചാൽ 1% പോലും റെക്കമെൻഡ് ചെയ്യുന്നില്ല ഈ സാധനം. ഞാൻ അതിന് മുമ്പ് നിങ്ങൾക്ക് ഞാൻ ഓൾറെഡി കാണിച്ചത് എൻ്റെ ഒരു യമഹ എഫ്സെൻ്റെ പണ്ട് ഞാൻ ഓൾറെഡി ഇവർ ത്രൂ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു എക്സ്പീരിയൻസിലാണ് നമ്മൾ ഇത്ര കാലം ഇത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഉണ്ട് FC അത് എത്ര കൊല്ലം മുമ്പാണെന്നറിയോ? 2021, 2022 ഉണ്ടോ. അതിനുശേഷമാണ് ഞാൻ പറഞ്ഞത് ഞാൻ തീരെ റെക്കമെൻഡ് ചെയ്യുന്നില്ല. നല്ല സൂപ്പർ സർവീസ് ആയതുകൊണ്ട് ഞാൻ ഓൾറെഡി മുമ്പേയും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഇൻഷുറൻസിൻ്റെ വീഡിയോ ഇട്ട സമയത്തൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് കുറേ പേരുടെ വീഡിയോയിലായി കാണുന്നു. അപ്പോൾ ഇനി ഇവർ നല്ലപോലെ ഇമ്പ്രൂവ് ചെയ്തോ എന്നൊക്കെ അറിയാൻ വേണ്ടി ഞാനൊരു എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവരുടെ ത്രൂ ചെയ്തത്. എന്തായാലും ഞാനിപ്പോൾ IRDAയിൽ കംപ്ലയിൻറ്റ് ചെയ്യാൻ പോകുന്നത് വേറെ കാര്യം. അപ്പോൾ ഇതാണ് അവസ്ഥ കേട്ടോ. അപ്പോൾ താഴെ നമുക്ക് ഇവരുടെ ഒരു ഗുണം എന്താണെന്നറിയോ? എന്താ പറയുക, നമ്മളിപ്പോൾ ഒരു പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് മുമ്പ് വരെ എൻ്റെ ഒടുക്കത്തെ കസ്റ്റമർ സർവീസ് ആയിരിക്കും. പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മഷീട്ട് നോക്കി കിട്ടില്ല, അങ്ങനത്തെ സർവീസാണ് ഇവരുടെ. അതാണ് അവസ്ഥ. അപ്പോൾ പിന്നെ അത് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതാണ്, അത് മിക്കതും ബോധമുള്ളവർക്കൊക്കെ ഊഹിക്കാവുന്നതാണ്. ഇവരുടെ ഒരു അറിയാണ്ടെങ്കിലും നിങ്ങൾ ഇതിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരുടെ ആപ്പിൽ കയറിയിട്ട് ഫോൺ നമ്പർ കൊടുത്ത് ലോഗിൻ ചെയ്തിട്ടുണ്ടല്ലോ. പിന്നെ പൊരിഞ്ഞ വിളിയായിരിക്കും. ഞാൻ തന്നെ 100 കണക്കിന് ഇവരുടെ നമ്പേഴ്സ്, 100 എന്ന് പറയുന്നില്ല, അത് ഭയങ്കര ഓവറാവും. അപ്പം അത് 10+ എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ഇപ്പോൾ വാങ്ങിച്ചിട്ടുണ്ടെന്ന കാരണം കുറേ നമ്മൾ കോൾസ് എടുക്കാറുണ്ട്. അതിന് മുമ്പ് ഒരു 10-20 കോൾസ് നമ്മൾ ഓൾറെഡി ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെയും വിളിച്ചുകൊണ്ടിരിക്കും. ഇവർക്ക് ഹിന്ദിയിൽ നിന്ന് വിളിക്കും, തമിഴിൽ നിന്ന് വിളിക്കും, മലയാളത്തിൽ നിന്ന് വിളിക്കും. ഇവർക്ക് മിക്ക എല്ലാ സ്ഥലത്തും ഓഫീസുണ്ട്. അപ്പോൾ ഇതൊരു എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന പോലെ തന്നെ ഇപ്പോഴത്തെ കാലത്ത് ഇൻഷുറൻസ് എന്ന് പറഞ്ഞ സാധനം നല്ലൊരു ബിസിനസ്സാണ്. അപ്പോൾ GSTയും പോയി. അപ്പോൾ മിക്ക ആൾക്കാരും ഇപ്പോൾ ഇൻഷുറൻസ് എടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കമ്പനികൾക്ക് ലാഭം കിട്ടാനുള്ള ചാൻസ് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്പനീസ് തന്നെ കൂടായ്പ നടത്തുന്നുണ്ട്, എങ്ങനെ ക്ലെയിം സെറ്റിൽമെൻറ്റ് ചെയ്യാണ്ടിരിക്കാൻ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവരുടെ ഇതേ ഭാഗത്ത് ഇവരുടെ അഗ്രിഗേറ്റേഴ്സ് ആണെങ്കിൽ പറയേണ്ട ആവശ്യമില്ലല്ലോ, ഇവർ കമ്മീഷൻ കിട്ടുന്ന പരിപാടിയാണല്ലോ. അപ്പോൾ ഇതിൽ കുറേ പേര് ചോദിക്കുന്നുണ്ട്, എന്താ പറയുക, പോളിസി ബസാർ ത്രൂ നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണെന്ന്. ഈ സാധനത്തെ കൊണ്ട് ഒരു മാങ്ങാത്തൊല്ലും ചെയ്യാൻ പോരുത്തിട്ടാ. ഇതിൽ ഒന്നാമത് ഇൻഷുറൻസ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനൊക്കെ കാണിക്കുന്നത് നമ്മുടെ ഈ ULIP പോലത്തെ പരിപാടിയാണ്. അതായത് ഇൻഷുറൻസ് പ്ലസ് ഇൻവെസ്റ്റ്മെൻറ്റ്. അത് ഉഡായ്പിൻ്റെ പരിപാടിയാണ് ഈ ULIP എന്ന സാധനം. ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന നിങ്ങളുടെ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊഡക്റ്റിലേക്ക് പോകുക, അല്ലാണ്ട് ഇൻഷുറൻസ് പ്ലസ് ULIP ഒരിക്കലും ചെയ്യാണ്ടിരിക്കുക. ഇതിലങ്ങനെ പലതും കാണിക്കും. ഇതിൽ ട്രെൻഡിങ്, ഇൻബിൽഡ് ലൈഫ് കവർ എന്നൊക്കെ പറഞ്ഞാൽ കുറേ മാങ്ങാത്തല്ല. ഇതിലെന്താ വെച്ചാൽ നമുക്ക് ഇതിൽ ടേം ഇൻഷുറൻസ് ഉണ്ട്, ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ ഉണ്ട്, ട്രാവൽ ഇൻഷുറൻസ് ഉണ്ട്, കാർ ഇൻഷുറൻസ് ഉണ്ട്, 2-വീലർ ഇൻഷുറൻസ് ഉണ്ട്, പിന്നെ ഗ്യാരണ്ടീഡ് റിട്ടേൺ എന്നൊക്കെ പറഞ്ഞ് കുറേ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലൊന്നും പോയി വീഴാണ്ടിരിക്കുക. ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുക, അല്ലാണ്ട് ഈ ഇൻഷുറൻസ് ബേസ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഒന്നും ചെയ്യാണ്ടിരിക്കുക. ചൈൽഡ് സേവിങ് പ്ലാൻ ഒന്നും നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഡയറക്റ്റ്ലി ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ആപ്പുകളോ അല്ലെങ്കിൽ ഒഫീഷ്യൽ വെബ്സൈറ്റ് തന്നെ ഉണ്ട്. പിന്നെ എന്തെങ്കിലും ഇങ്ങനത്തെ ടൈപ്പ് സാധനത്തിലൊക്കെ ചെയ്യുന്നത്. കുറേ പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ടെന്നാണ് ഇത് കൂടെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് നല്ലതാണോ എന്ന്. അതുപോലെ തന്നെ ഈ ലൈഫ് ഇൻഷുറൻസ് ആയിക്കോട്ടെ, ഏത് ഇൻഷുറൻസ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഇപ്പോൾ ഇവരുടെ ഒഫീഷ്യൽ കമ്പനി വെബ്സൈറ്റ് ത്രൂ, ആപ്പ് ത്രൂ, ഓഫീസ് ത്രൂ, ഇപ്പോൾ എല്ലാം മെയിൻ എന്താ പറയുക, ഇതുപോലെ ഇൻഷുറൻസ് കമ്പനികൾക്കും ഓഫീസും എല്ലാം മിക്ക സ്ഥലത്തും ഉണ്ട്. അവർ ത്രൂ നിങ്ങൾക്ക് ഡയറക്റ്റ് പോയി എടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഓൺലൈൻ എടുക്കാൻ പറ്റുമെങ്കിൽ ഡയറക്റ്റ് ഓഫീസ് ത്രൂ എടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ഏജൻസ് ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. പിന്നെയും കുഴപ്പമില്ല, എന്നാൽ എടുത്തിട്ടും ഭേദം. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഡയറക്റ്റ് കാര്യം നല്ലതെന്ന് വെച്ചാൽ നിങ്ങൾ ഏജൻസ് കൊടുക്കുമ്പോൾ അവർ ചെറിയ ഡിഫറൻസ് വരും അവിടെ ചാർജ്. അത് വേറെ കാര്യം. എന്ന് വെച്ചാൽ മിക്ക ആൾക്കാർക്കും ഇപ്പോൾ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ ഏജന്റിനെ വിളിച്ചാൽ മതി എന്നുള്ളൊരു ഇതിലാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒക്കെ കണക്കാണ്. ഇപ്പോൾ അവരുടെ പണി കഴിഞ്ഞാൽ പിന്നെ അവർ ആ വഴിക്ക് പോകില്ല, കിട്ടില്ല, അല്ലെങ്കിൽ എടുക്കില്ല. എന്ന് വെച്ചാൽ അത്ര അധികം ആൾക്കാരാണ് പെടുന്നത്, പണ്ടത്തെ പോലെ അല്ല. അപ്പോൾ അതുകൊണ്ടാണ് പറയാൻ കാരണം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് പ്രൊമോഷണൽ സംഭവമൊന്നുമല്ല, HDFCയുടെ പ്രൊമോഷണൽ സംഭവമൊന്നുമല്ല. അല്ലെങ്കിൽ എന്താ പറയുക, ഇപ്പോൾ പോളിസി ബസാറിനെതിരെയുള്ള ഒരു ഡിഫേമേഷൻ വീഡിയോ സംഭവമൊന്നുമല്ല. അത് നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ആണ് ആസ് എ കസ്റ്റമർ. അപ്പോൾ അങ്ങനെ ഇതൊരു എഡ്യൂക്കേഷണൽ കണ്ടന്റായിട്ട് മാത്രം എടുത്താൽ മതിയിട്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി എന്താ പറയുക, നമ്മുടെ ഒരു ഇത് പറഞ്ഞതാണ്, ഡിസ്ക്ലെയിമർ പറഞ്ഞതാണ്. എന്ന് വെച്ചാൽ അത് പറയണത് ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ ഇൻഷുറൻസിൻ്റെ ഇപ്പോൾ ആരെങ്കിലും നെഗറ്റീവായിട്ട് എന്തെങ്കിലും ക്ലെയിം റിജക്ഷനും ഇഷ്ടംപോലെ ഉണ്ടായിരിക്കും, അത് വേറെ കാര്യം. ആ ഒരു സംഭവം ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. നമുക്കിപ്പോൾ ഈ സുഖമായിട്ട് ഇൻഷുറൻസിൻ്റെ കമ്പനിക്കെതിരെയൊക്കെ നമുക്ക് IRDAയിലേക്ക് ഇഷ്ടംപോലെ കംപ്ലയിൻറ്റ് ആവുന്നതാണ്. നല്ല റെസ്പോൺസും സപ്പോർട്ടൊക്കെയാണ് IRDA സൈഡ് ത്രൂ നമുക്ക് കിട്ടുന്നത് കേട്ടോ. IRDA എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയുകയും നമ്മുടെ ഈ SEBI, RBI എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഇൻഷുറൻസിനെ റെഗുലേറ്റ് ചെയ്യുന്ന നമ്മുടെ ഇവിടുത്തെ ഇന്ത്യയിലത്തെ സംഭവമാണ്. അപ്പോൾ അവരുടെ വെബ്സൈറ്റ് സന്ദർശിച്ച് നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടും. കംപ്ലയിൻ്റ് ഒക്കെ നമുക്ക് അതുകൂടെ ചെയ്യാനും പറ്റും, അത് വേറെ കാര്യം. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാറുണ്ടെങ്കിൽ എൻ്റെ പേര് ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റാണ്. നമ്മൾ ടെക് ഫിനാൻസ് എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ്. നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാം. നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. നമ്മുടെ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട, നമ്മളെല്ലാ കമൻറ്റും പോകുന്നതാണ് കേട്ടോ. അടുത്ത കാണാം. ബൈ.